തൊണ്ടിമുതൽ കേസിൽ അപ്പീലിന് പോകാൻ പ്രോസിക്യൂഷനും നീക്കം. പ്രതികൾക്ക് നൽകിയ ശിക്ഷ പര്യാപ്തമല്ലെന്നാണ് പ്രോസിക്യൂഷന്റെ നിലപാട്. ആന്റണി രാജുവും ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മേൽക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹൈക്കോടതി വിധിയുടെ പകർപ്പ് ലഭിച്ചാൽ അയോഗ്യതയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിറങ്ങും. സിജോ വി ജോൺ ചേരുന്നുണ്ട്. സിജോ, എന്താണ് ആന്റണി രാജുവിന്റെ നീക്കങ്ങൾ? ഒപ്പം പ്രോസിക്യൂഷൻ എങ്ങനെ നീങ്ങുന്നു? ഈ തൊണ്ടിമുതൽ കേസിൽ IPC 409 ചുമത്തിയിട്ടുണ്ടായിരുന്നു. ഈ വകുപ്പ് പരമാവധി 14 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്നതാണ്. പക്ഷേ ഇന്നലെ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി ഈ വകുപ്പിൽ വെറും 3 വർഷത്തെ ശിക്ഷ മാത്രമാണ് വിധിച്ചിരിക്കുന്നത്. ഇതും അതോടൊപ്പം തന്നെ മറ്റു വകുപ്പുകളിലുമുള്ള ശിക്ഷ പര്യാപ്തമല്ല എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ നിലപാട്. ആ സാഹചര്യത്തിലാണ് മേൽക്കോടതിയെ സമീപിക്കാൻ, അപ്പീലുമായി സമീപിക്കാൻ ഇപ്പോൾ പ്രോസിക്യൂഷൻ ആലോചിക്കുന്നത്. നാളെയോടുകൂടി ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അപ്പീൽ ഫയൽ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു നിഗമനത്തിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഈ ശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആന്റണി രാജുവും കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ അദ്ദേഹം MLA അല്ല. ഈ ശിക്ഷാവിധി വന്നതിന് പിന്നാലെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനായി മാറുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ശിക്ഷ സ്റ്റേ ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന് MLA തുടരാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ സാധിക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ അത് മുന്നിൽ കണ്ടുള്ള നീക്കമാണ് ഇപ്പോൾ ആന്റണി രാജു നടത്തുകയും ചെയ്യുന്നത്. വൈകാതെ തന്നെ അദ്ദേഹവും കോടതിയെ സമീപിക്കുകയും ചെയ്യും. എന്തായാലും അയോഗ്യത കാര്യത്തിൽ ഇനി ഒരു വിജ്ഞാപനം കൊണ്ടുവരേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇപ്പോൾ ഇതുവരെയും ഈ കോടതിയുടെ ഭാഗത്തു നിന്ന് നിയമസഭയിലേക്ക് ഇത് സംബന്ധിച്ച കോടതിയുടെ ഉത്തരവ്, വിധിയുടെ പകർപ്പ് കിട്ടിയിട്ടില്ല. ഈ വിധിയുടെ പകർപ്പ് നിയമസഭയിൽ ലഭിച്ചാൽ ഉടൻ തന്നെ സ്പീക്കറുടെ ഓഫീസ് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറും. അതിനുശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് അയോഗ്യത കൽപ്പിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുക. പക്ഷേ അതൊരു സാങ്കേതികപരമായ നടപടിയാണ്. അതിനപ്പുറത്തേക്ക് ഈ ശിക്ഷാവിധി വന്നതിന് പിന്നാലെ ഇപ്പോൾ ആന്റണി രാജു അയോഗ്യനായി മാറുകയും ചെയ്തിട്ടുണ്ട്.